എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേരറ്റ കാഴ്ചകൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, സമൂഹത്തിൽ നമ്മളെപ്പോലെ ജീവിക്കാത്ത വ്യത്യസ്തമായി ജീവിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് വേരറ്റ കാഴ്ചകൾ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ വീട്ടിലാണ്. അതായത് ഒരു ഭാര്യയും ഭർത്താവും. അതിൽ ഭർത്താവിന് ഏറ്റവും ഇഷ്ടം പാമ്പുകളെയാണെങ്കിൽ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടം കീരികളെയാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കുക എത്രത്തോളം വ്യത്യസ്തത ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരൊന്ന് വിളിച്ചു നോക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. കീരിയ വാങ്ങിക്കാൻ വന്നാണല്ലേ? എന്റെ പൊന്നു കേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം. കീരിയ വാങ്ങിക്കാൻ വന്നെങ്കിൽ ജോഡി 30 രൂപ, അതിൽ 5 പൈസ കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തരൂല. അങ്ങനെ പൈസ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ കീരിയെ തരൂല. അതായത് കീരിനെ മേടിക്കാൻ വന്നല്ല, അങ്ങോട്ട് പറയട്ടെ. അതായത് നിങ്ങൾ TV ഒക്കെ കാണാറില്ലേ? TV കാണാറുണ്ട്. അതിൽ വേരറ്റ കാഴ്ചകൾ എന്ന പരിപാടിയിൽ നിന്ന് വന്ന ആളാണ് ഞാൻ. അപ്പം ഞങ്ങൾ ഈ പരിപാടിയിൽ നിന്ന് വരാം. അപ്പം നിങ്ങൾ ഈ പരിപാടി കാണാറില്ലേ? ഏത് പരിപാടി? ഇപ്പം ഞങ്ങൾ ഈ വേരറ്റ കാഴ്ചകൾ എന്ന് പറഞ്ഞ പരിപാടി കാണാറില്ല. അയ്യയ്യേ, ആ പരിപാടിയൊന്നും ഞങ്ങൾ കാണൂല. അയ്യയ്യേ, നാണക്കേട്. ഞങ്ങൾ ആ പരിപാടി, അങ്ങനത്തെ പരിപാടികളൊന്നും ഞങ്ങൾ കാണാറില്ല. ഞങ്ങളത് കാണുകയില്ല. അല്ല, ഈ പരിപാടിയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി വന്നാണ്. ആരാ? അല്ല, ഈ പരിപാടിയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി വന്നാണ്. എന്നെ? ഞങ്ങൾ പരിപാടി കാണാറുണ്ട്. സൂപ്പർ പരിപാടിയല്ലേ? ഞങ്ങൾ എല്ലാ ദിവസവും ഈ പരിപാടി മുടങ്ങാതെ കാണും. അതിനിത് ആ ആഴ്ചയിൽ ഒരു ദിവസമുള്ളൂ. പിന്നെ എങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ കാണുന്നത്? അല്ല, ആഴ്ചയിൽ ഒരു ദിവസം, എല്ലാ ദിവസവും ഞങ്ങൾ മുടങ്ങാതെ കാണും. അത് ശരി. അങ്ങനെ നിങ്ങൾ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഈ പരിപാടി. താങ്ക് യു. എല്ലാവരും പറയാറുണ്ട്. ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ഭയങ്കര അഭിപ്രായം. അവർക്ക് ഭയങ്കര അഭിപ്രായമായിരിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും കീരിയായിട്ടൊരു ബന്ധം എങ്ങനെ ഉണ്ടായത്? അതെന്റെ ഭർത്താവ് കാരണമാണ്. ഭർത്താവ് കാരണം? അതെ അതെ അതെ. എന്റെ ഭർത്താവ് പാമ്പുമായിട്ട് ജീവിക്കുന്നു. അപ്പൊ പാമ്പിന്റെ ഏറ്റവും വലിയ ശത്രു ആരാ? കീരി. ആ കീരിയായിട്ട് ഞാൻ അവിടെ ജീവിക്കുന്നു. കീരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ വളർത്തുന്നത്. സ്വന്തം മക്കളെ? എന്റെ വീട്ടിനകത്ത് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു 450ഓളം കീരികൾ വരും വീട്ടിന്. ഒരു 300 എണ്ണത്തിന് ഞാൻ തമിഴ്നാട്ടിലോട്ട് കയറ്റി വിട്ട്. ബിസിനസ് തന്നെയാണ്. പിന്നെ കീരി ബിസിനസ് ആണ് എന്റെ. എന്നാലും ഭർത്താവിനോട് ദേഷ്യം കൊണ്ടുവരണം. ഭർത്താവിനോട് ഇപ്പൊ എങ്ങനെ എത്ര ദേഷ്യം ഉണ്ടായത്? ഭർത്താവിനോട് ദേഷ്യം ഉണ്ട് എങ്ങനെയാണെന്നോ? ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ? അത് ഒരു പണി എടുക്കാണ്ട് സീരിയൽ കണ്ടിരിക്കണം. അതന്നെ. അത് നിങ്ങളുടെ ഭാര്യ. ഞങ്ങളെ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹ ജീവിതമായിരുന്നു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ അച്ഛൻ എന്നെ കല്യാണം കഴിച്ച് വിടാനായിട്ട് അങ്ങനെ തീരുമാനിച്ചു. സ്വാഭാവികം. അങ്ങനെ ഞാൻ കല്യാണപ്രായമായി നിന്നപ്പോ എന്നെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു. എന്റെ ഭർത്താവ് അങ്ങേര് അപ്പുറം താമസിക്കുന്ന ആ കാലൻ എന്നെ പെണ്ണ് കാണാൻ വേണ്ടി എന്റെ വീട്ടിൽ വന്നു. ആദ്യമായിട്ട് വന്ന മനുഷ്യനല്ലേ, എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ അവർ കല്യാണമൊക്കെ നിശ്ചയിച്ചു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ ചെല്ലുക. വീട്ടിൽ ചെന്നപ്പോൾ അന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ. അങ്ങനെ ഫസ്റ്റ് നൈറ്റിൽ ഞാനിങ്ങനെ നിന്നപ്പോൾ എൻ്റെ നാത്തുമാരെല്ലാം കൂടെ ഒരു ഗ്ലാസ് പാലെടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ചേട്ടൻ്റെ റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പാലുമായിട്ട് അങ്ങ് ചെന്ന് വാതിലിൻ്റെ അടുത്ത് എത്തിയിട്ട് ഞാനിങ്ങനെ നിങ്ങളെൻ്റെ ആദ്യരാത്രിയുടെ കഥ കേൾക്കാൻ വന്നാൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നാൽ? അല്ല, ഈ വയസ്സായില്ല മോളെ, വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല. ഇതൊക്കെ തന്നെയാണല്ലോ, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ പഴയ. അതെ. ഈ എന്റർടൈൻമെന്റ് കൊണ്ട് നടക്കരുത്. അല്ല, പാല് കൊണ്ട് തന്നു. ആൾക്കാർ തല്ലി കൊല്ലും. പാല് കൊണ്ട് തന്നു. പാലും കൊണ്ട് ഞാൻ ആ റൂമിനകത്ത് കയറി. പിന്നെ ഞാൻ ഇങ്ങനെ പറയാം, പാലും കൊണ്ട് ആ റൂമിനകത്ത് കയറി അങ്ങോട്ട് കയറി ചെന്നു. ബാബ നേരത്തെ തന്നെ മതി. എന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ. ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണെന്നറിയാം? എന്താണ്? സാധാരണ ആദ്യരാത്രിയിൽ ഒരു ബെഡ്റൂം അലങ്കരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ മുല്ലപ്പൂവ്, നമ്മള് അങ്ങനത്തെ പൂവുകളൊക്കെ മുല്ലപ്പൂ അങ്ങനെ കെട്ടിത്തൂക്കി. അയാൾ കെട്ടിത്തൂക്കിയിട്ട് എന്തുവാണെന്നറിയാം? എന്താ? മുല്ലപ്പൂവിന് പകരം 15 മൂർക്കൻ, 4-5 ചേര, 10-200 നീർക്കോലി, 4-5 മലമ്പാമ്പ്, ഇതിനെല്ലാം കൂടെ കെട്ടി കട്ടിലിന് ചുറ്റും ഇട്ടേക്കുന്നു. പാമ്പിനെ അത് ഞാനങ്ങ് സഹിച്ച്. പിന്നെ കട്ടിലിന്റെ മെത്തേന്റെ മേളില് മുല്ലപ്പൂവിന് വരെ വിതറി എന്തുകൊണ്ടെന്നറിയാമോ? പാമ്പിന്റെ 24 മുട്ട. പാമ്പിന്റെ മുട്ട എടുത്ത് ബെഡിൽ ഇങ്ങനെ വിരിച്ചിരിക്കുന്നു. ഇതെല്ലാം ഞാൻ സഹിച്ച്. പിന്നെന്തുകൊണ്ടെന്നറിയാമോ? ഞാൻ എന്റെ കയ്യിരുന്ന പാലെടുത്ത് അയാൾക്ക് കൊടുത്തു. അയാൾ എന്റെ കയ്യിൽ നിന്ന് ആ പാലങ്ങ് മേടിച്ചു. എന്നിട്ടുണ്ടല്ലോ അയാൾ എന്തോ കാണിച്ചെന്നറിയാമോ? അയാളെ കയ്യിലിരുന്ന മൂർഖന്റെ കുട്ടിക്കെടുത്താൻ കൊടുത്തു. ഒറ്റ പെഗ് എനിക്ക് തന്നിട്ടില്ല. അല്ല, ഒരു തുള്ളി എനിക്ക് തന്നിട്ടില്ലെന്ന്. അത് ഞാനങ്ങ് സഹിച്ച്. എന്നിട്ട് എന്തുകൊണ്ടെന്നറിയാമോ? എന്നോട് ചോദിക്കുന്ന ചോദ്യം 100 ഇല്ലേന്ന്. 100 ഉറുപ്പിക എടുത്ത് കൊടുത്താൽ പ്രശ്നമൊക്കെ കണ്ട് തീരൂല്ലേ? അയ്യോ, അതല്ലെന്ന്, 100 പാലും ഇല്ലേന്ന്. പാമ്പിന് കൊടുക്കാൻ 100 പാലും ഇല്ലേന്ന്. അന്ന് ഞാനൊരു പ്രതിജ്ഞ എടുത്തു, പാമ്പിന്റെ ഏറ്റവും വലിയ ശത്രു ആരാ? കീരി. അങ്ങനെ ഞാൻ കീരികളുമായിട്ട് ഇങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി. ആ മനുഷ്യമായിട്ട് എനിക്കിപ്പോ ഒരു ബന്ധവും ഇല്ല. കീരിയായിട്ട് അങ്ങനെയാണ് ബന്ധം വന്നത്? അതെ, കീരികളുമായിട്ട് എനിക്ക് അങ്ങനെയാണ് ബന്ധം വന്നത്. അങ്ങനെ കീരികളൊക്കെ ഇവിടെ വളർത്താറുണ്ടോ? കീരികളെല്ലാം ഞാൻ ഇവിടെയാണ് വളർത്തുന്നത്. 10-450 കീരികളോളം ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട് കീരിയെ? ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. സിനിമയ്ക്ക് കൊണ്ടുപോകാറുണ്ട്? പിന്നെ സിനിമയ്ക്ക് പോകാറുണ്ട്. എങ്ങനത്തെ സിനിമയാണ് ഇഷ്ടം? ഞാൻ കാണാറുള്ള സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരീടം, പോക്കിരി രാജ, പോക്കിരി,
അങ്ങനെ സിനിമകളെ കാണാറുള്ളൂ. കീരിയായിട്ട് ബന്ധപ്പെട്ടത് അതെ, കീരിയായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ മാത്രമേ കാണാം. ആരാ ഇഷ്ടപ്പെട്ട നടനാരാ ശരിക്കും? എനിക്ക് ഇഷ്ടപ്പെട്ട നടനോ? കീരിക്കാടൻ ജോസ്. എന്ത് പൊക്കമാടാ കീരിക്കാടൻ ജോസിന്. അത് ശരി. അയ്യോ, അല്ല, ഇഷ്ടപ്പെട്ട ചീറ്റും പോലെയല്ലേ ചീറ്റിക്കൊണ്ട് വരുന്നത് കീരിക്കാടൻ ജോസ്. അതെ അതെ അതെ. ഇഷ്ടപ്പെട്ട സംവിധായകനാണ് ശരിക്കും? ബാലു. അതില്ലെങ്കിലും കീരില്ലല്ലോ, സമാധാനം. അതില്ലെങ്കിൽ കീരില്ലല്ലോ. ബാലു കിരിയത്ത്. അതിലുണ്ടോ കീരി? അതിലുണ്ട് കീരി. ആ തൊട്ടിലുണ്ടോ? അതെന്താണെന്ന് അറിയാമോ? അതെന്ത് തൊട്ടില്ല? അതാണ് കീരിത്തൊട്ടില്. കീരിത്തൊട്ടില്ല? അതെന്താണത്? ഈ അമ്മ തൊട്ടിലെന്നൊക്കെ പറയൂലേ, അതുപോലെ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കീരികളെ അതിനകത്തോണ്ടിട്ട് വളർത്തും. അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര് കീരി രാഘവൻ. അവിടെ എവിടെ സ്ഥലം ശരിക്കും? എന്റെ സ്ഥലം കീരിത്തോട്. കീരിത്തോട്. അതെ അതെ. ഒക്കെ കീരിയായിട്ട് ബന്ധപ്പെട്ടാണ്. കീരികളുമായിട്ടാണ്. അപ്പൊ നമ്മുടെ ഭർത്താവിനും കൂടി വിളിക്കുകയാണെങ്കിൽ നമുക്ക്, നിങ്ങളുടെ ഭർത്താവിനോട് വിളിക്കുകയാണെങ്കിൽ നമുക്ക് പരിചയപ്പെടായിരുന്നു. പിന്നെ എന്റെ ഭർത്താവിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പോണ്. വേണമെങ്കിൽ ഇയാളെ വിളിക്കാളെ. അല്ല, വിളിക്കാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാറില്ല. ഞാൻ വിളിക്കത്തില്ല, എന്റെ കീരി വിളിക്കുക അവനാ. നിങ്ങൾ ഇങ്ങനെ കാർക്കിട്ട് തുപ്പേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക് അയാളെ. അത്രയ്ക്ക് വെറുപ്പാണ്. അല്ല, ഇനിയിപ്പോ ഞാൻ അങ്ങനെ വിളിക്കാന്ന് പറഞ്ഞ ഈ പാമ്പൊക്കെ ആയിട്ട് നിൽക്കുമ്പോ ഞാനിപ്പോ അങ്ങനെ അതിനകത്ത് കയറിച്ചില്ല. വരുന്ന അയാള് നമസ്കാരം. എന്ത് എന്ത് കടിക്കും മാന്തും. അമ്മച്ചി, നിങ്ങൾ ഇങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കരുത്. നമ്മൾ എല്ലാ സൗമ്യമായിട്ട് പരിഹരിക്കണം. എന്ത് പ്രശ്നം? അല്ല, ഞാൻ ഈ ചാനലിൽ നിന്ന് വരികയാണ്. കനാലല്ല, ചാനൽ. അതായത് മനസ്സിലായില്ല, ഞങ്ങളാണ് ഈ നാട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർ. സംഭവം അത് ശരി. അപ്പൊ നിങ്ങളാണ് നാട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അതല്ല, ടി വിയിലൂടെ കാണിച്ചു കൊടുക്കുന്ന ആള് നമ്മളാണെന്ന് പറയായിരുന്നു. ടി വിയിലൂടെയും കാണിച്ചു കൊടുക്കും. ചില്ലറക്കാരല്ലോടാ നിങ്ങള്. അതല്ല, സീൻ പിടിക്കാൻ വന്നാണെന്ന് നിങ്ങളെ വെച്ചിട്ട്. അടുത്ത വീട്ടിലെ സരളേ, ആ കുളിമുറിയൊക്കെ അടച്ചിട്. ഇവ എന്തരാ പിടിക്കാമെന്നു. പക്ഷെ അതല്ലെന്ന്. നിങ്ങൾ സിനിമ എന്നൊക്കെ കേട്ടോ? സിനിമ പിടുത്തമല്ല, സിനിമ ഉണ്ടാക്കുന്ന മാതിരി നമ്മൾ ഇങ്ങനെ ടി വിയിലൂടെ നിങ്ങളെ കാണിക്കും. ഒരു സിനിമ പിടുത്തം. അത് തന്നെ, ഒരു മറ്റൊരു സിനിമ പിടുത്തം. നേരത്തെ പറയണ്ടായിരുന്നു. അത് ശരി. അപ്പൊ നമ്മളൊന്ന് പരിചയപ്പെടുകയാണെങ്കിൽ, നമ്മൾ നിങ്ങളെ ഭാര്യയെ പോയി ഇന്റർവ്യൂ ചെയ്തു. ഞാൻ കല്യാണം കഴിഞ്ഞ് കുറെ വർഷമായി, ഇതുവരെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. നീ വന്ന ഉടനെ അങ്ങ് ഇന്റർവ്യൂ ചെയ്തല്ലേ? അതായത് ഇന്റർവ്യൂ അഭിമുഖം ചെയ്തു. നിങ്ങളുടെ ചോദ്യോത്തരങ്ങൾ മാത്രം ഉണ്ടാവും, വേറെ ഇല്ല 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 ഇല്ല. അതായത് നിങ്ങളെ പേര് ശരിക്കും എന്താ? കറക്റ്റ് പേര്? യഥാർത്ഥ പേര് നാഗപ്പൻ. നാഗപ്പൻ. അത് ശരി. എവിടെയാ ശരിക്കും സ്ഥലം നിങ്ങളുടെ? എന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ നാഗാലാൻഡ്. അവിടെയാണ് ജീവിച്ചത്. അപ്പൊ എന്താ അവിടെ അങ്ങനെ ഭയങ്കര, ആ വീടിന്റെ അകത്ത് ഇങ്ങനെ ഭയങ്കര തിക്കും തിരക്കും കാണുന്നുണ്ട്. വീടിന്റെ അകത്ത് ഭയങ്കര ബഹളോ? ആ റൂമിനകത്ത് പാമ്പുകളൊക്കെ റിയാലിറ്റി ഷോയ്ക്ക് പോകാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യല്ലേ? പാമ്പുകൾ റിയാലിറ്റി ഷോ? മനസ്സിലായില്ല. അപ്പുറത്തെ വീട്ടിലെ രവിയണ്ണ ഇന്നലെ ഒന്ന് പറഞ്ഞു, ഡേയ് റേഡിയോയിൽ പുതിയതായിട്ടൊരു റിയാലിറ്റി ഷോ തുടങ്ങുന്നു, പാമ്പുകളെയൊക്കെ വെച്ചൊരു അപേക്ഷ കൊടുക്കാൻ. അപ്പോഴെന്നെ പാമ്പുകളെയൊക്കെ വെച്ചൊരു ബയോഡാറ്റ അയച്ച് അവരുടനെ വിളിച്ച് ഫിഗർ ഷോയ്ക്ക് വേണ്ടി പാമ്പുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാണ്. ഒരു പാമ്പ് പത്തി വിരിച്ച് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, അതേത് പാമ്പാ? പത്തിയും പിരിച്ച് ചരിഞ്ഞു പോകുന്ന പാമ്പ്. അത് മോഹൻലാലിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാണ്. അപ്പൊ ഒരു ചീറ്റുന്നുണ്ടല്ലോ പാമ്പ് കിടന്നിട്ട്. അത് ഷിറ്റ് എന്ന് പറയുന്നത്. സുരേഷ് ഗോപിക്ക് വേണ്ടി പഠിക്കുകയാണ് ആ പാമ്പ്. എല്ലാ പാമ്പും നല്ല സന്തോഷത്തിലാണ്. ഒരു പാമ്പ് മാത്രം എന്താ അവിടെ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഭയങ്കര വിഷമിച്ചിരിക്കുന്നു ആ മൂലയില്. ആ പാമ്പിന് നാളെ ഡേഞ്ചർ സോണാണ്. എലിമിനേഷൻ കഴിഞ്ഞോട്ട് വന്ന വാലി പിടിച്ച് ഞാൻ കുടയുള്ള കാര്യം പറഞ്ഞേക്കാം. ഒരു പാമ്പ് നല്ല തവളേനൊക്കെ വിഴുങ്ങി വയറൊക്കെ വീർത്തിരിക്കണ്ടല്ലോ അവിടെ അല്ലേ? വയറ് വീർത്തിരിക്കുന്ന അവിടെ. അയ്യോ, അത് തവളയെ വിഴുങ്ങിയതല്ല. പിന്നെ ആ പാമ്പിന് ഏതോ പാമ്പ് ചതിച്ചതാണ്. പിഴച്ച പാമ്പാണ്. അത് ശരി. അപ്പൊ ആ കക്കൂസിന്റെ അടുത്ത് കാണുന്ന പാമ്പ് ഏതാ? അത് കക്കൂസിന്റെ അവിടെ കാണുന്നത്. ഈ അങ്ങോട്ട് പോവല്ലേ, അത് മലമ്പാമ്പ്. അത് ശരി. ഭയങ്കര ഘോര വിഷമുള്ള സാധനമാണ്. നിങ്ങൾ ഈ പാമ്പിനൊക്കെ ഇവിടെ ഇട്ട് വളർത്താതെ നിങ്ങൾ പുറത്തൊക്കെ കൊണ്ടുപോകാറുണ്ടോ? വാരി കൊണ്ടുപോകുന്ന? പിന്നെ അവള് കീരിയൊക്കെ ആയിട്ട് ടൂർ പോകും. പക്ഷെ ഞാൻ പാമ്പുകളെയൊക്കെ പറക്കി വിദേശ രാജ്യങ്ങളിലേക്ക് അങ്ങ് പോകും. എവിടൊക്കെയാ രാജ്യങ്ങൾ? നാഗാലാൻഡ്, നാഗർകോവിൽ, നാഗപട്ടണം, മണ്ണാർശാല, പാപ്പനശ്ശേരി, പറശ്ശിനിക്കട, അരിസ്റ്റോ, തമ്പാനൂർ, കിഴക്കേക്കോട്ട, കാട്ടാക്കട വഴി ആട്ടോ പിടിച്ച് വീട്ടിൽ വരും. ഇതൊക്കെയാണോ വിദേശ രാജ്യങ്ങൾ നിങ്ങളെ? പിന്നെ അവിടെയൊക്കെ പോകാൻ പ്രാപ്പോട്ട് വേണ്ടേ? പാമ്പിനൊക്കെ പ്രാപ്പോട്ട് വേണോടാ? ഞാൻ അതല്ല ചോദിച്ചത്. നിങ്ങളെ ഭാര്യ സിനിമയ്ക്കൊക്കെ പോകുന്ന മാതിരി നിങ്ങളെ പാമ്പിനെയും കൊണ്ട് സിനിമയ്ക്ക് പോകാറുണ്ടോ എന്ന് ചോദിച്ചത്. പിന്നെ ഞാൻ ഈ പാമ്പുകളൊക്കെ പായിട്ട് കിടത്തി ഉറക്കി പാലൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പോയിരുന്നു സിനിമ കാണാൻ. സിനിമ ഏതൊക്കെ സിനിമ കാണാറ്? മൂർഖൻ, കരിമൂർഖൻ, നാഗമ്പടത്ത് തമ്പുരാട്ടി, അനാക്കോണ്ട, കിങ് കോബ്ര, രാജബംബാല, ഇപ്പൊ ഇറങ്ങിയ എന്റെ അമ്മ എന്റെ ഒരു പടോട്. അപ്പൊ ഒക്കെ പാമ്പായിട്ട് ബന്ധപ്പെട്ടാണ് അതൊക്കെയാണ് കാണുന്നത്. അതിപ്പോ ഇഷ്ടപ്പെട്ട നടനാരാ ശരിക്കും? നാഗാർജുനൻ. നടി? നഗ്മ. സംവിധായക? വള്ളിയോ? നാഗവള്ളി. എന്റെ ദൈവമേ. മേശരിയോ? മേശരി അല്ല,
സാറിന് വിളിച്ചാൽ മതി നിങ്ങൾ. സാറേ ഇന്റർവ്യൂ ചെയ്യാൻ വന്നതല്ലേ? അതെ. ഒരുപാട് ദൂരെ നിന്ന് വന്നതല്ലേ? അതെ. നല്ല വിശപ്പ് കാണും. വലിയ വിശപ്പൊന്നും ഇപ്പൊ ഇല്ല, കഴിച്ചിട്ടാണ് വന്നത്. അങ്ങനെ പറയരുത്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. അല്ല, അത് താല്പര്യമില്ല, കാരണം നല്ല കഴിച്ചിട്ട്. അങ്ങനെ പറയരുത്. ഇവിടുന്ന് ചോറ് കഴിച്ചിട്ട് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. സ്പെഷ്യൽ ഒരുപാട് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പിടി കൊണ്ടിട്ട് പോവാ. നല്ല അടിപൊളി സ്പെഷ്യൽ കീരിത്തോര ഉണ്ട്. ഒരു പിടി സൂപ്പർ സാധനമല്ലേ കീരിത്തോരൻ? കീരിത്തോരൻ കഴിക്കൂലേ? എന്നാ വേണ്ട, കീരിയുടെ അവിയലുണ്ട്, നല്ല സൂപ്പർ സാധനം, കഴിച്ചിട്ട് പോയാൽ മതി. കീരിത്തോരനും അവിയലൊന്നും മേടിച്ച് തിന്നല്ലേ ആള് തട്ടിപ്പോവും. മനുഷ്യനെ കൊല്ലാൻ വേണ്ടി വന്നാ നിങ്ങളൊക്കെ? നമ്മള് കഴിച്ചിട്ട് പോകണ്ട, സൂപ്പർ സാധനമാണെന്ന്. എനിക്ക് വേണ്ട. കടിക്കും, മാന്തും. ദൈവമേ, എന്ത് പെണ്ണും പിള്ളേ അത്. കീരിത്തോരനൊന്നും മേടിച്ച് തിന്നരുത്, ആള് തട്ടിപ്പോവും. പിന്നല്ലാതെ ഓരോ വിഷമാണ്. എനിക്കതാണ് കാര്യമുള്ളൂ, ഞാൻ കഴിക്കില്ലല്ലോ. ഏതായാലും വന്ന സ്ഥിതിക്ക് മൂർഖന്റെ തലയിട്ടടിച്ച ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കട്ടെ. ഉപ്പിട്ട് തരാം. അല്ല, അതൊക്കെ പോട്ടെ. നിങ്ങൾ വലിയ വിഷവൈദ്യനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പൂപ്പന്മാരെല്ലാം വിഷവൈദ്യരാണ്, വലിയ വിഷവൈദ്യന്മാരാണ്. അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഒരു മനുഷ്യനൊരു പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ അത് വിഷമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ കടിച്ചതെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? പാമ്പ് കടിയേറ്റ ഒരുത്തനെ ചുമന്നുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവനെ കടിച്ചത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് അറിയാൻ വേണ്ടി നിസ്സാര നിമിഷങ്ങളെ ഞാൻ എടുക്കാറുള്ളൂ. നിസ്സാര നിമിഷങ്ങൾ കടിച്ചെടുത്ത് മുറിവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അയ്മോദകം, പച്ചകരിശ്, വെള്ളക്കർപ്പൂരം, ജീരകം 4, കാട്ടുജീരകം, കരിഞ്ജീരകം, പെരുംജീരകം, കറിക്കരയ്ക്കുന്ന ജീരകം എന്നിവയെല്ലാം കൂടെ അമ്മയിലിട്ട് 2 കിണാപ്പ് കിണാട്ടി ഗോമൂത്രത്തിൽ ചാലിച്ച് മുറിവുള്ള സ്ഥലത്ത് വെച്ച് കെട്ടുക. എന്നിട്ടും മാറിയില്ലെങ്കിൽ ആ കാണുന്ന ഷെഡ് കണ്ടോ, ബാത്റൂം അല്ലേ, അതിനകത്തൊരു ഓല ഇട്ടങ്ങ് കിടക്കും. എന്നിട്ട് ഞാൻ അത് രാവിലെ പോയി നോക്കും. വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചതെങ്കിൽ അവൻ രാവിലെ എണീറ്റ് മൂത്രം ഒഴിച്ചോണ്ട് വീട്ടിൽ പോകും. വിഷമുള്ള പാമ്പാണെങ്കിലോ അവന്റെ ജമ്മത്തെണീക്കൂല. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ അങ്ങനെ കണ്ടെത്താറല്ലേ? അപ്പൊ നിങ്ങൾക്ക് കലയൊക്കെ ആയിട്ട് വല്ല ബന്ധമുണ്ടോ? ശരിക്കും കലയായിട്ട് ബന്ധമില്ല, എവിടുമായിട്ടും ബന്ധമില്ല. അല്ല, അതല്ല, ഈ കലാപരമായിട്ട് വല്ല കലാപരം എന്ന് പറഞ്ഞാൽ പാട്ട് ഇപ്പം ദാസങ്ങളൊക്കെ പാടാനുള്ളപ്പം പിന്നെ നമ്മളെന്തിനിടെ പാടുന്നത്? ഏദാസങ്ങള്? യേശുദാസ്. യേശുദാസ് എന്താ നിങ്ങൾ അങ്കിളായത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ കുഴയും. അല്ല, അതല്ല, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വല്ല പാട്ടും പാടുകയാണെങ്കിൽ നമുക്ക് ടി വിയിലൂടെ ചാനലിന് വേണ്ടി ഒരു സ്നേക്ക് പാടാൻ എന്നാ പിടിച്ചോ. കണ്ണീർ മഴയത്ത് ഞാനൊരു പോപ്പിക്കുട ജോഡി, പറശ്ശിന് കടവിൽ മുങ്ങി തപ്പി സ്നേക്കുകൾ ഞാൻ വാരി. എടാ നാഗപ്പാ, നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടാ പാമ്പിനെ വളർത്തുവാളെ കെട്ടിയിട്ട് വളർത്തുന്നു. ശരിയാണോ? പറഞ്ഞില്ലടാ. എടാ പാമ്പിനെ കെട്ടിയിട്ട് വളർത്തണോടാ. നിങ്ങളൊന്ന് അറിയണം, ഞാൻ ഇന്നലെ പാടത്തെ പഴയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ പോലും കിടന്നിട്ടാത്ത എന്റെ ഭാര്യയോടെ ഈ പാമ്പ് കയറി കിടക്കുന്നത്. ഇതൊക്കെ പോട്ടെ, എന്റെ കൊച്ചിന് മേടിച്ച് വെച്ചാൽ ബ്രെഡും കേക്കും എല്ലാം ഈ പണ്ടായിരുന്നു. പിടിച്ചത് മര്യാദക്ക് കെട്ടിട്ട് വളർത്തുന്നു കേട്ടോ. മനസ്സിലായത്? ആരാടാ? നീ ആരാടാ? ഞാൻ ചാനലിൽ നിന്ന് വന്നാണ്. ചാനലിൽ നിന്ന് എന്തിനു വന്നു? പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി, കാണിച്ചു കൊടുക്കാൻ ഇന്റർവ്യൂ. മര്യാദക്ക് ഞാനൊരു കുറച്ചു ഇവിടെ എത്തും. ഇവിടെ എങ്ങാനും കാണാൻ കൂടും കൂടെ കയറുന്ന പോകണം കേട്ടോ. വലിച്ചാൻ കിടക്കണം. മനസ്സിലാക്കി കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അല്ല പിന്നെ കുറെ നേരമായി. എന്ത് മനുഷ്യന്മാരെ നാട്ടിലുള്ള ഒക്കെ മനുഷ്യനെ കൊച്ചിലെ പാവമായിരുന്നു, ഇപ്പൊ കാണ്ടാമൃഗമായി. ഞാൻ ഇതിപ്പോ എന്താ പാമ്പിന് ഇപ്പൊ എന്താ പറ്റി? എന്റെ പൊന്നു മോനെ, എന്തിനടാ അയൽവക്കത്ത് പോയി അടിയും പഴക്കൊക്കെ ഉണ്ടാക്കുന്നത്? നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കോടാ. നിനക്കിവിടെ എന്താ ഒരു കുറവ്? സമയാസമയം ഹോർലിക്സ്, ബോൺബിറ്റ ഇതൊക്കെ ഞാൻ കുടിക്കുന്നില്ലേ? നിനക്കിവിടെ എന്താ ഒരു കുറവ്? എൻ്റെ പൊന്നുമോ അവിടെയൊന്നും പോവല്ലേ കേട്ടാ. അവരെ കേക്കൊന്നും എടുത്ത് തിന്നരുത്, പാലൊന്നും എടുത്ത് കുടിക്കരുത് കേട്ടാ. നമ്മുടെ മുറ്റത്തൊക്കെ നിന്ന് കളിക്കണം, അവിടെയൊന്നും പോവല്ലേ മോനെ. ഇങ്ങ് വാ, ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞതല്ലേ, ഒരു കിസ് തരാം. ഇങ്ങ് വാ. അയ്യോ, ഇയാളെ പാമ്പ് കടിച്ചേ, ഓടി വരണേ, പാമ്പ് കടിച്ചേ. എടാ, ഇത് ഒറിജിനൽ കടിക്കുന്ന പാമ്പാടാ.